نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സ്നേഹാദരണീയരായ വിശ്വാസി സഹോദരങ്ങളെ, ഈ ലോകത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അവയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും വിധേയരായി നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. വിശുദ്ധ റമളാനിൻ്റെ പകുതി പിന്നിട്ട് ഇന്ന് 17ാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ ഉള്ളത്. റമളാൻ 17 എന്ന് പറയുമ്പോൾ തന്നെ ഹിജ്റ വർഷം 2 നടന്ന ഒരു റമളാനിൻ്റെ 17 നടന്ന ബദർ യുദ്ധമാണ് നമുക്കെല്ലാം ഓർമ്മ വരിക. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തകൽ ജംആൻ. 2 സംഘങ്ങൾ കൂട്ടിമുട്ടിയ, സത്യവും അസത്യവും കൃത്യമായി വേർതിരിക്കപ്പെട്ട ദിവസം എന്ന് വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 41-ാം വചനത്തിലൂടെ അല്ലാഹു വിശേഷിപ്പിച്ച ബദർ യുദ്ധം നടന്ന ദിവസമാണ് ഇന്ന്. ബദർ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു താങ്ങാണ്, വലിയൊരു വികാരമാണ്, വലിയൊരാശ്വാസമാണ്. എന്നാൽ ബദറിൻ്റെ യഥാർത്ഥ സത്യയെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ബദരീങ്ങൾ നേടിയെടുത്ത വിജയത്തിലേക്കെത്താൻ നമുക്കും സാധിക്കുകയുള്ളൂ. പ്രതിരോധത്തിൻ്റെ ഒരു കോട്ട തീർക്കലായിരുന്നു സത്യത്തിൽ ബദർ എന്ന് പറയുന്നത്. അതല്ലാതെ അയൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാനും
തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാനും സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ പോലെയുള്ളവ നിലനിർത്താനും ഞങ്ങളാണ് ലോകത്തിൻ്റെ ഭരണാധികാരി എന്ന് പ്രഖ്യാപിക്കാനും ഒരു രാജ്യത്തിലേക്ക് അവരുടെ അനുമതിയില്ലാതെ കടന്നു ചെന്ന് അവിടം തകർക്കാനുമുള്ള ഒരു പ്ലാൻ ആയിരുന്നില്ല ബദർ എന്ന് പറയുന്നത്. മറിച്ച് ആദർശത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി 400-450 കിലോമീറ്റർ ദൂരെയുള്ള മദീനയിലേക്ക് പോയി അവിടെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതിയിട്ട് പോലും അതിന് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുശ്രിക്കുകൾക്കെതിരെ നിലനിൽപ്പിനു വേണ്ടി നടത്തിയ ഒരു യുദ്ധമാണ് 313ഓളം സ്വഹാബികളുമായി നടത്തിയ പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. ബദർ എന്ന യുദ്ധം നമുക്ക് ഈ ലോകത്ത് മനുഷ്യൻ ഈ ലോകത്ത് അവസാനിക്കുന്ന കാലം എത്രയാണോ അതുവരെയുള്ള എല്ലാ വിശ്വാസികൾക്കും നൽകുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദീനിയായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ആദർശ പോരാട്ടത്തിൻ്റെ മുമ്പിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, സ്വന്തങ്ങൾക്ക് സ്ഥാനമില്ല എന്ന പ്രഖ്യാപനം ബദറിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ആളുകളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ബദരീങ്ങൾ പോരാടിയത്, അള്ളാഹുവിൻ്റെ താൽപ്പര്യം മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നതാണ്. മഹാനായ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവൻ ആസിം ബിൻ ഹിഷാം അന്ന് ശത്രുപക്ഷത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ അന്ന് ശത്രുപക്ഷത്താണ്, പിന്നീട് മുസ്ലിമായി. അങ്ങനെ ഒരുപാട് സ്വഹാബികൾ, അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ പലരും അപ്പുറത്താണ്. സ്വന്തം മോൻ അപ്പുറത്താണല്ലോ, സ്വന്തം ഉപ്പ അപ്പുറത്താണല്ലോ എന്നൊന്നും ബദറിൽ ഇറങ്ങിയ സ്വഹാബികൾ ചിന്തിച്ചില്ല. കാരണം അവിടെ റബ്ബാണ് വലുത്, റബ്ബിൻ്റെ ഇഷ്ടമാണ് വലുത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കാണാം. ആയത്ത് ഇങ്ങനെയാണ്: ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. എന്തായത്തിൻ്റെ അർത്ഥം എന്നറിയോ? നിങ്ങൾക്കൊരു സമൂഹത്തെ കണ്ടെത്താം. ആ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിലും പരലോകത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണവർ. അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള, അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ. അവര് വലൗകാനു ആബാഅഹും, സ്വന്തം ഉപ്പമാരാവട്ടെ, സ്വന്തം മക്കളാവട്ടെ, സ്വന്തം സഹോദരങ്ങളാവട്ടെ, സ്വന്തം കുടുംബത്തിൽ പിറന്നവരാവട്ടെ, അവരാണെങ്കിൽ പോലും അവർക്ക് യാതൊരു വിലയും അവർ കൽപ്പിക്കുകയില്ല. അവർക്കിഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ ഉമ്മ ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. ഖബറിൽ ചിലപ്പോൾ ഖബറിൻപുറത്ത് വിളക്ക് കത്തിക്കാനായിരിക്കും, എണ്ണ കൊടുക്കാനായിരിക്കും, നേർച്ചയിടാനായിരിക്കും, പട്ടുവിരിക്കാനായിരിക്കും, അതല്ലെങ്കിൽ ഇന്ന ഔലിയാൻ്റെ ഖബർ പോയി സിയാർത്ത് ചെയ്യാനായിരിക്കും. എൻ്റെ ഉമ്മ പറഞ്ഞതല്ലേ, ഞാനങ്ങനെ ചെയ്യാതിരിക്കും. എൻ്റെ ഉമ്മയല്ലേ എന്നോട് സ്ത്രീധനം വാങ്ങാൻ പറഞ്ഞത്, ഉമ്മ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പേര് പറഞ്ഞ് ഹറാമുകൾക്ക് കൂട്ടുനിൽക്കുന്ന, ബിദ്അത്തുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് വലുത്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല എന്ന മഹത്തായ സന്ദേശം നൽകുന്ന പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. 2ാമത്തെ പോയിന്റ് ഇതാണ്: ജീവിത പ്രതിസന്ധികളിലും ശത്രു പരീക്ഷണങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നത്. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ തളരുകയല്ല, ദുർബലമാവുകയല്ല, ഇനിയൊരു വഴിയുമില്ലല്ലോ, എല്ലാം അടഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുകയല്ല. മറിച്ച്
കയ്യിലൊരായുധവും ഇല്ലാതിരുന്നിട്ട് പോലും ഉള്ള ആയുധങ്ങൾ പോലും പൊട്ടിയത്, തുരുമ്പ് പിടിച്ചത്, അല്ലെ? എല്ലാ നിലയ്ക്കും ദുർബലരായിരുന്ന, നോമ്പെടുത്ത് പോരാട്ടത്തിനിറങ്ങിയ, ശാരീരികമായി അതീവ ദൗർബല്യമുണ്ടായിരുന്ന ആ ബദരീങ്ങൾ അള്ളാഹുവിനോട് തേടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അതാണ് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന് പറയുന്നത് അത്യാധുനിക മിസൈലുകളോ തോക്കുകളോ മറ്റ് ആയുധക്കോപ്പുകളോ അല്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. അത് അല്ലാഹു സ്വീകരിച്ചാൽ ഒരു ആയുധത്തിനും അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തെളിയിച്ച പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് കണ്ണുകൾ നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം ഓർക്കൂ. ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. 1000-ഓളം വരുന്ന മലക്കുകളെ കൊണ്ട് നിങ്ങളെ നാം സഹായിച്ചിട്ടുണ്ട്. അതാണ് ബദർ എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ച ഒരു യുദ്ധമായിരുന്നു. യുദ്ധം നടക്കും മുമ്പ് ഒരു മഴ പെയ്തപ്പോൾ അത് ശത്രുക്കൾക്ക് ശിക്ഷയായും വിശ്വാസികൾക്ക് അനുഗ്രഹവുമായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മലക്കുകൾ ഇറങ്ങിയത് മറ്റൊരത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ അടർക്കളത്തിൽ നിന്നൊരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോൾ 1000-ഓളം വരുന്ന ശത്രുക്കളുടെ കണ്ണിൽ അത് പതിച്ചു. അവർക്ക് കണ്ണ് കാണാൻ പറ്റാതായി എന്നത് ഖുർആൻ എടുത്തുദ്ധരിക്കുന്ന മറ്റൊരു അത്ഭുതമാണ്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ആ ഒരു പോരാട്ടം കാരുണ്യവാനായ റബ്ബ്, ആ റബ്ബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയപ്പോൾ, വിശ്വാസികൾ തേടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജവാബ് നൽകുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈമാനുള്ള കരങ്ങളുമായി, ഹൃദയവുമായി അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് തട്ടിക്കളയുകയില്ല. പ്രത്യേകിച്ച് നോമ്പിന്റെ പകലുകളിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആനി ഫല്യസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ ദാസന്മാർ നബിയെ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സമീപസ്ഥനാണ്. എന്നോട് തേടുന്നവർക്ക് ഞാൻ ഉത്തരം നൽകാം. അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കട്ടെ. എന്നോട് മാത്രം അവർ വിളിച്ചു തേടുകയും ചെയ്യട്ടെ. ആ വിളിച്ചു തേട്ടമാണ് ബദറിലേക്ക് പോകുമ്പോൾ ബദരീങ്ങളിൽ നിന്നുണ്ടായത്. ബദറിന്റെ പോർക്കളത്തിൽ വെച്ച് ബദരീങ്ങളിൽ നിന്നുണ്ടായത്. ബദർ കഴിഞ്ഞു മടങ്ങുമ്പോഴും ബദരീങ്ങളിൽ ഉണ്ടായത്. പക്ഷെ ആ കാലം കഴിഞ്ഞു, ആ ചരിത്രകാലം കഴിഞ്ഞുപോയി. വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ ബദരീങ്ങളെ കാക്കണേ എന്ന് രോഗം ബാധിച്ച ആളുകൾ, കടം ബാധിച്ച ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ പെടുന്ന ആളുകൾ ബദരീങ്ങളെ ഞങ്ങളെ ഒന്ന് കാത്തുകൊള്ളണേ എന്ന് ഇന്ന് തേടുന്ന അവസ്ഥയിലേക്ക് മാറി. ബദറിന്റെ 17-ന് അതിൻ്റെ തലേന്നാള് രാത്രി ബദർമാലയും ബദർ മൗലിദും ഒക്കെ ചൊല്ലുന്ന എത്രയോ പള്ളികൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നറിയോ? എന്താണ് ബദരീങ്ങളോടൊന്ന് ചോദിച്ചാൽ തെറ്റ് എന്നുപോലും ആളുകൾ ചോദിക്കുന്നുണ്ട്. ബദർമാലയും ബദർ മൗലിദുമൊക്കെ ആളുകൾ ഇരുന്ന് ചൊല്ലുകയാണ്. വിശുദ്ധ റമദാനിൽ പുണ്യങ്ങൾ കൊണ്ട് നേടിയെടുത്ത ആ മഹത്തായ പ്രതിഫലങ്ങൾ മുഴുവനും ഒരൊറ്റ രാവ് കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് ആളുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന അതിദാരുണമായ കാഴ്ച നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ശിർക്കിൽ നിന്ന് നമ്മയും നമ്മുടെ സമൂഹത്തെയും എല്ലാം കാത്തിരക്ഷിക്കട്ടെ. ബദറിന്റെ യഥാർത്ഥ സത്ത ഉൾക്കൊണ്ട്, സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം അനുസരിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ പരീക്ഷണങ്ങൾ പല നിലയ്ക്കും കടന്നു വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾ വരിക തന്നെ ചെയ്യും, അത് ബാധിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഖുർആനിൻ്റെ പാഠം. ചില പരീക്ഷണങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ട്, അത് നമുക്കറിയുന്നതുമാണ്. ഭയപ്പാടുകൾ ഉണ്ടാകാം, പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരാം. ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടായാലും എല്ലാ അവസ്ഥയിലും അവനത് ഖൈറായിരിക്കും. ഒരു വിശ്വാസിയാണെങ്കിൽ അവനത് ഖൈറായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ തന്നെ അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് വലിയ പരീക്ഷണങ്ങൾ വന്നാലും അവൻ്റെ മനസ്സ് നിരാശപ്പെടുകയില്ല. രണ്ടാമത്, ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു വലിയ പരീക്ഷണം വരികയാണ്, ഞാൻ ഇതിൽ പെട്ടുപോയല്ലോ, ഞാൻ നാട്ടിലായിപ്പോയല്ലോ, ഞാൻ ഇവിടെ ആയിപ്പോയല്ലോ, ഞാനതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു എന്നിങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എന്താണ് സംഭവിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാതെ സംഭവിക്കുകയില്ല. അവനാണ് നമ്മുടെ രക്ഷാധികാരി. അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എല്ലാ നിലയ്ക്കും സർവായുധ സജ്ജരായി വന്ന അബ്രഹത്തും മാനപ്പടയും എത്ര വലിയ സൈന്യമായിരുന്നു, എത്രയേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ചെറിയ പക്ഷിയെ കൊണ്ടാണ് അള്ളാഹു അവരെ നശിപ്പിച്ച് കളഞ്ഞത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലും റബ്ബിന് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും അത് അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും വരില്ല എന്നതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം എന്നത് അള്ളാഹുവിന് കൂടുതൽ വിധേയമാകാനുള്ള, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള, അള്ളാഹുവിലേക്ക് ഒന്നുകൂടി നന്നായി ഖേദിച്ചു മടങ്ങാനുള്ള അവസരമാണ് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ നിലയ്ക്ക് പരീക്ഷണങ്ങളെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുമായി ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഭരണാധികാരികളുണ്ട്. അവരുടെ താല്പര്യങ്ങൾ മറ്റു പലതുമാണ്. അങ്ങനെയുള്ള സ്വേച്ഛാധിപതികളുടെ കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് കളയുമാറാവട്ടെ. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ, പ്രായം ചെന്നവരെ, നിഷ്കളങ്കരായ ഒരുപാട് ആളുകളെ നിഷ്കരണം കൊന്നുകളയുന്ന ഭരണാധികാരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരം അവരുടെ മേൽ നടപ്പാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാജ്യങ്ങൾക്കും, നമ്മുടെ നാടിനും, എല്ലാ ഇസ്ലാമികമായ നാടുകൾക്കും അല്ലാഹു ശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ, സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉപദ്രവിക്കപ്പെട്ടവരുടെ, മദ്ലൂമീങ്ങളായ ആളുകളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മിൽ രോഗികളും പ്രയാസങ്ങളും അനുഭവിച്ച് കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ബന്ധുമിത്രാദികൾ, വിശ്വാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ പതറാതെ കരുത്തുറ്റ ഈമാനോടെ
തവക്കുലോടെ മുമ്പോട്ട് പോകുവാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين.